ഓമനിച്ചു വളർത്തിയ മകളെ അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിക്കാതെ നീറുകയാണ് ഷഹസാദി ഖാന്റെ കുടുംബം. UAE-യിൽ കഴിഞ്ഞ മാസം മകള് വിളിച്ചു, സംസാരിച്ചു. കഴിഞ്ഞ ദിവസമാണ് തൂക്കിലേറ്റപ്പെട്ടത്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഷഹസാദി ഖാന് വേണ്ടി മാറി മാറി സർക്കാരിനെയും സിനിമാ പ്രവർത്തകരെയും അടക്കം ഇനി മുട്ടാനൊരു വാതിലുകളുമില്ല. സമീപിക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലയിലും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്ന വേദന പങ്കുവെക്കുകയാണ് പിതാവ് ഷബീർ ഖാൻ. ഏതൊരു മാതാപിതാക്കളും മക്കളെ പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കും. പിന്നീട് ചില സാമ്പത്തിക സാഹചര്യങ്ങൾ വഷളാകുമ്പോൾ അവരെന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ സജ്ജരാകും. ഇപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തപ്പെട്ടാലും ശരി, ആ വിസയ്ക്കകത്ത് പറയുന്ന തൊഴിൽ തന്നെ കിട്ടണമെന്നൊരു നിർബന്ധവുമില്ല. അവിടെ ചെന്ന് പിന്നീട് നാട് കാണാൻ സാധിക്കാതെ എത്രയോ മനുഷ്യ ജന്മങ്ങൾ ഉഴറുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. മകള് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോഴാണ് അതറിയുന്നതിന് വേണ്ടി മാത്രം മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മകൾ തൂക്കിലേറ്റപ്പെട്ടു എന്ന വിവരം അറിയാൻ കുടുംബമേറെ വൈകിയിരുന്നു. അപ്പോഴും പ്രതീക്ഷയോടെ ഈ മാതാപിതാക്കൾ കാത്തിരുന്നു, തന്റെ മകൾ തിരിച്ചു വരും. ഒരുപക്ഷെ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ, അതിനും ജയിലിലായിരുന്നാലും ശരി, ജീവനോടെ ഉണ്ടാകുമല്ലോ എന്നോർത്ത വൃദ്ധ മാതാപിതാക്കൾ സമാധാനിച്ചു. സഹായത്തിനു വേണ്ടി രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും ഒക്കെ സമീപിച്ചു നോക്കി. ആരും സഹായിച്ചില്ല. യോഗിജിക്കും മോദിജിക്കും പെൺമക്കളില്ലാത്തത് കൊണ്ടാണ് ഈ വേദന അവർക്ക് മനസ്സിലാകാത്തത് എന്നാണ് മാതാപിതാക്കൾ പ്രതികരിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ നടപടി സ്വീകരിക്കുമായിരുന്നു എന്നും മാതാപിതാക്കൾ പറഞ്ഞു വെക്കുന്നു. ഇത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഷബീർ ഖാൻ എന്ന അച്ഛനിൽ നിസ്സഹായത തളം കെട്ടി നിൽക്കുന്നു. മകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണ ലഭിച്ചില്ല എന്നും തങ്ങൾ പരിശ്രമിച്ചിട്ടും അവൾക്ക് നീതി ലഭിച്ചില്ല എന്നും ബാന്ദ ജില്ലയിലെ ഗൊയ്റ മുഗളായ് ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം വേദനയോടുകൂടി പറയുന്നു. നിർധനരായ കുടുംബത്തിന് അബുദാബിയിൽ പോകാനോ അവിടെ ഒരു വക്കീലിനെ വെക്കാനോ സാധ്യമായിരുന്നില്ല. അതിനാൽ സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ കുടുംബം അപേക്ഷ നൽകി. എന്നാൽ സർക്കാർ തങ്ങൾക്കൊപ്പം നിന്നില്ല. തെറ്റ് ചെയ്യാതിരുന്നിട്ടും കോടതിയിൽ മകളുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2024 ഫെബ്രുവരിയിൽ അപ്പീല് തള്ളി വധശിക്ഷ ശരിവെച്ചപ്പോൾ വിഷയത്തിൽ ഇടപെടാൻ ഇന്ത്യൻ എംബസിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും കത്തെഴുതിയിരുന്നു. എന്നാൽ വിഷയത്തിൽ ആരുടെയും സഹകരണം കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നും മാതാപിതാക്കൾ. ഫെബ്രുവരി 14 ഷഹസാദി ഖാൻ അവസാനമായി വീട്ടിലേക്ക് വിളിക്കുന്നത്. അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് അധികൃതർ ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ മാതാപിതാക്കളോടൊന്ന് സംസാരിക്കണം എന്ന് മാത്രമായിരുന്നു ഷഹസാദി ഖാൻ പറഞ്ഞത്. അങ്ങനെ അവസാനത്തെ ആഗ്രഹപ്രകാരമുള്ള ഒരു ഫോൺ വിളിയായിരുന്നു അന്ന് ഷഹസാദി ഖാൻ മാതാപിതാക്കൾക്ക് വിളിച്ചത്. മാതാപിതാക്കളോട് പറയുകയും ചെയ്തു, ഇനി എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല, ഇതെന്റെ അവസാനത്തെ ഫോൺ വിളിയാണ്. എന്നാൽ അതിനുശേഷം മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നതിൽ കുടുംബത്തിന് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇതോടുകൂടിയാണ് കുടുംബം ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ സന്നദ്ധരാകുന്നത്. ഫെബ്രുവരി 15 ഷഹസാദിയെ തൂക്കിലേറ്റിയത്. 14 മാതാപിതാക്കൾക്ക് ഷഹസാദി ഖാൻ വിളിച്ച് സംസാരിക്കുന്നത്. എന്നാൽ ഫെബ്രുവരി 28 മാത്രമാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് ഇന്ത്യൻ എംബസിക്ക് ലഭിക്കുന്നത് പോലും. 2021 ഷഹസാദി അബുദാബിയിൽ എത്തിയത്. നാട്ടിലുള്ള ഉസൈർ എന്നയാളുമായി പരിചയത്തിലായ ഷഹസാദിയെ അയാൾ ബന്ധുക്കൾ കൂടിയായ ആഗ്ര സ്വദേശികളായ ഫൈസ് നെസിയ ദമ്പതികൾക്ക് പണം ഉറപ്പിച്ച് വിറ്റു. അബുദാബിയിലായിരുന്ന ഇവർ ഷഹസാദിയെയും അവിടേക്ക് തന്നെ കൊണ്ടുപോയി. തങ്ങളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടിയായിരുന്നു ഷഹസാദിയെ അവർ അബുദാബിയിൽ എത്തിച്ചത്. എന്നാൽ ഒരു ദിവസം കുട്ടി അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. കുട്ടി മരിക്കാൻ കാരണക്കാരി ഷഹസാദിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഫൈസും നസിയയും പരാതി നൽകുകയും, അവര് ഇന്ത്യക്കാരാണ് കേട്ടോ. തുടർന്ന് ഷഹസാദിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാതെയായിരുന്നു കുട്ടി മരിച്ചത് എന്ന് ഷഹസാദിയുടെ വാദം.
എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല. കേസിൽ ഷെഹ്സാദി കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയ അബുദാബി കോടതി അവർക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. പാവങ്ങളായതുകൊണ്ട് ഇവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു. പെൺമക്കളെ മറ്റ് രാജ്യങ്ങളിലേക്ക് അടിമപ്പണിക്ക് വിടുന്ന മാതാപിതാക്കൾ ചിന്തിക്കണം. ഉള്ള വരുമാനം കൊണ്ട് ഒതുങ്ങി ജീവിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടും. എന്ത് തൊഴിൽ ചെയ്താലാണ് ഇന്ന് ജീവിക്കാൻ സാധിക്കാത്തത്? നമ്മൾ ഇന്ന് ബേക്കറികളിലും ഹോട്ടലുകളിലും കാണുന്ന ഏതാണ്ട് നല്ലൊരു വിധം പലഹാരങ്ങളും ഭക്ഷണങ്ങൾ, ബിരിയാണി അടക്കം ഉണ്ടാക്കുന്നത് ചില സ്ത്രീകളാണ് വീട്ടിലിരുന്നിട്ട്. കിലോ കണക്കിന് ബിരിയാണി ഇത്ര രൂപ പറഞ്ഞുറപ്പിച്ച് വിൽക്കുന്നു. അതിന്റെ ഇരട്ടി ലാഭം കടക്കാരുണ്ടാക്കുന്നു. എന്തായിരുന്നാലും ഇവർക്ക് ജീവിക്കാൻ ഒരു ഉപജീവന മാർഗമായി. ഒരു കടയിൽ കയറി നിന്നാലും കിട്ടും ദിവസം 500 രൂപ. ഒരു വീട്ടിൽ വീട്ടുജോലിക്ക് നിന്നാലും കിട്ടും ഒരു ദിവസം 500 മുതൽ 700 രൂപ വരെ ശമ്പളം. അതിനകത്ത് ഒതുങ്ങി ജീവിക്കേണ്ടതിന് പകരം കണ്ണെത്താത്ത ദൂരത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുവാണ്. ഇവിടെയാണ് നമ്മൾ മറ്റ് 2 പേരെ കൂടി കണക്കിലെടുക്കേണ്ടത്. നിമിഷപ്രിയ എന്ന വ്യക്തി യമനിലെ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന യുവാവിനെ കഷ്ണമാക്കിയ വ്യക്തിയാണ്. രക്ഷപ്പെടുന്നതിന് വേണ്ടിയാകട്ടെ ഉയർന്ന തോതിൽ മരുന്ന് നൽകി അയാൾ മയങ്ങി. പിന്നീട് ഓവർഡോസ് ആയതുകൊണ്ട് കക്ഷി മരിച്ചു. ഒരു കൂട്ടുകാരിയായ നഴ്സിനെയും വിളിച്ച് നമ്മുടെ കൈയബദ്ധത്തിൽ മരിക്കുന്നതൊക്കെ, പക്ഷെ പിന്നീട് ആ നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനെ കഷ്ണമാക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ടല്ലോ, അത് സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള അമിത ബുദ്ധിയാണ്, അതിബുദ്ധി. ആ കുശാഗ്ര ബുദ്ധിയാണ് പിടിക്കപ്പെട്ടത്. കഷ്ണങ്ങളാക്കി അത്രയും കവറുകൾ സംഭരിച്ച് കവറുകൾക്കകത്താക്കി വാട്ടർ ടാങ്കിനകത്തു വെച്ച് അടച്ച് ആരും അറിയാത്ത രൂപത്തിൽ അടുത്ത ദിവസവും ക്ലിനിക്കിൽ എത്തുകയാണ് നിമിഷപ്രിയ. എന്തു വലിയ ഭീകരിയാണത്! നമ്മുടെ നാട്ടുകാരിയാണ് എന്ന് കരുതി ചെയ്ത കൃത്യം അതല്ലാതാകത്തില്ല. അബ്ദുൾ റഹീം ഹൗസ് ഡ്രൈവറായിട്ട് പോകുന്ന ഒരാഴ്ച തികഞ്ഞിട്ടില്ല. കഫീലിന്റെ കുട്ടിയെയും കൊണ്ട് പോകുന്നതിനിടയ്ക്ക് ആ കുട്ടിയാണെങ്കിൽ ഒരു ആക്സിഡന്റിൽപ്പെട്ട ഒരു ഫുട്ബോൾ താരമായിരുന്ന കുട്ടിയാണ്, 15-കാരനായ അനസ്. ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി മാത്രമേ അതിന് ശ്വസിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അത് ഒന്ന് സ്പീഡിൽ പോകാൻ പറഞ്ഞു, ഇയാൾ പോയില്ല. പുറകിലിരുന്ന കുട്ടി തുപ്പിയപ്പോൾ എങ്ങനെയാണ് അബ്ദുൾ റഹീമിന്റെ മുഖത്ത് തുപ്പലേറ്റത്? എന്തായിരുന്നാലും അബ്ദുൾ റഹീം കുട്ടിയെ പ്രഹരിച്ചു. കുട്ടിയുടെ വായിൽ കൂടെ നുരയും പതയും വന്ന് കുട്ടി മരിച്ചു. ആ സമയത്ത് കുട്ടി മരിച്ചിരുന്നില്ല, മയങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു. അടുത്തുണ്ടായിരുന്ന പോലീസിനെ വിവരം അറിയിക്കാമായിരുന്നു. കഫീലിനെ വിളിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. പ്രാണരക്ഷാർത്ഥം സ്വന്തം രക്ഷ നോക്കി. ഒരു അമ്മാവന്റെ മകനായ നസീറിനെ വിളിച്ചു വരുത്തുന്നു. ഒരു കഥ മെനയുന്നു. കൊള്ളക്കാര് വന്നു, ഞങ്ങളെയൊക്കെ പിടിച്ചു കെട്ടി കുട്ടിയെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഈ 2 പേരും മനഃപൂർവമുള്ള കൊലയ്ക്ക്, നരഹത്യക്ക് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട 2 വ്യക്തികളാണ്. ഇവരെ 2 പേരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ആക്ഷൻ കൗൺസിൽ പണപ്പിരിവ് നടക്കുന്നു. ഷെഹ്സാദി എന്ന് പറയുന്ന സ്ത്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിക്ക് ചികിത്സ നൽകിയില്ല. അങ്ങനെ ആ കുഞ്ഞു മരണപ്പെട്ടു. ഷെഹ്സാദിയെ തൂക്കിലേറ്റുകയും ചെയ്തു അബുദാബി കോടതി. എന്ത് പെട്ടെന്ന്! ഒരു പാവങ്ങളായിരുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആക്ഷൻ കൗൺസിലുകൾ ഉണ്ടായിരുന്നില്ല, മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നില്ല, കോടതികളിൽ അപ്പീലുകൾ വന്നില്ല, കോടികൾ പിരിച്ചു നൽകാൻ ആളുണ്ടായിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആ സ്ത്രീ ഒടുവിൽ തൂക്കിലേറ്റപ്പെട്ടു. പിന്നെ മാതാപിതാക്കൾ വൈകാരികമായി പ്രതികരിക്കുന്നതാണ്. യോഗിക്കും മോദിക്കും പെൺമക്കളില്ലല്ലോ. യോഗിയും മോദിയും പറഞ്ഞു വിട്ടതല്ലല്ലോ ചെന്ന് കയറി കൊടുക്കാൻ. ആണോ? ഒരു കുഞ്ഞിന്റെ മരണത്തിന് ഇരയായോ? ആയില്ലേ? അത് രണ്ടാമത് മോദിക്കും യോഗിക്കും വേണ്ടി പോയതാണോ? ഉള്ളതിൽ അടങ്ങി ഒതുങ്ങി നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ചു പോകണം. ഇനി അതല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന രൂപത്തിലുള്ള ഒരു ജോലിയും വിസയും ഏജന്റും ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് അത്യാർത്തി മുത്ത് ചെന്ന് കയറി കൊടുക്കുന്നതല്ലേ. നന്ദി.